കർണാടകത്തിൽ BJP കോൺഗ്രസ് ബന്ധം മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. ബന്ധം എന്ന് പറഞ്ഞാൽ അവർ ബന്ധമുണ്ടെന്നല്ല, ആ പൊളിറ്റിക്കൽ പാർട്ടികൾ എന്നുള്ള ഓപ്പോസിറ്റ് പാർട്ടി ആണെങ്കിൽ പോലും ഒരു ഓപ്പോസിഷൻ എന്നുള്ള ബന്ധത്തിൽ നിന്ന് മാറി പുതിയ തലത്തിലേക്ക് വളരുകയാണ്. അതിനുള്ള പ്രധാന കാരണം കർണാടക ആഭ്യന്തര വകുപ്പ് മന്ത്രി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകനാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു പ്രസ്താവന ഇന്നലെ ഇറക്കിയിട്ടുണ്ട്. ഓർഡറായിട്ടില്ല, ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ സ്വയംസേവക സംഘം പോലുള്ള സംഘടനകൾ പ്രവർത്തിക്കണമെങ്കിൽ, രാജ്യത്ത് പ്രവർത്തിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് കർണാടകത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാതെ അവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. ശരിക്കും രാഷ്ട്രീയ സ്വയംസേവക സംഘ് എന്ന് പറയുന്ന സംഘടന ഇപ്പോൾ 100ാം വാർഷികമൊക്കെ ആഘോഷിക്കുന്നു. പക്ഷേ അവർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് നിയമപരമായി സൊസൈറ്റി ആക്ട് അനുസരിച്ച് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അക്കൗണ്ട് കൊടുക്കേണ്ട, IT റിട്ടേൺസ് കൊടുക്കേണ്ട, ഇൻകം ടാക്സിൻ്റെ കാര്യങ്ങളില്ല, പിന്നെ ഒരുപാട് ഓഡിറ്റിൻ്റെ വിഷയങ്ങളില്ല, ഒന്നുമില്ല. രജിസ്റ്റർ ചെയ്തിട്ടില്ല. രജിസ്റ്റർ ചെയ്യാത്ത സംഘടനയ്ക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. എന്നാൽ രാജ്യമുടനീളം അവർ പ്രവർത്തിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു 100 വർഷക്കാലം രജിസ്റ്റർ ചെയ്യാത്ത ഒരു സംഘടന എങ്ങനെ പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് RSSനെ പൂട്ടുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് കർണാടക ആഭ്യന്തരമന്ത്രി വന്നിരിക്കുന്നത്. അല്ലെങ്കിലും അവിടെ പല കാര്യങ്ങളും ജനഗണമന, നമ്മുടെ വന്ദേ മാതരം അടക്കമുള്ള പല കാര്യങ്ങളിലും വ്യത്യസ്ത അഭിപ്രായമാണ്. അതേസമയം ശിവകുമാറിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വന്ദേ മാതരം പൂർണ്ണമായി പാടുകയും ചെയ്തു. കോൺഗ്രസിൻ്റെ പാട്ടെന്നുള്ള നിലയിൽ പൂർണ്ണമായി പാടുകയും ചെയ്തു. അതേസമയം RSSനെ പൂട്ടുന്ന പുതിയ ബില്ലുമല്ല, അതിന് ബില്ലായി വരുമോ അതോ കേസായിട്ട് വരുമോ, എന്തായാലും ശക്തമായ നിയമ നടപടികൾ എടുത്തിരിക്കും എന്നാണ് RSSൻ്റെ ആഭ്യന്തരമന്ത്രി, കർണാടകത്തിലെ ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചിരിക്കുന്നത്. ഇത് വലിയ ഒരു വിവാദത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇനി അടുത്ത ഭാഗം എന്ന് നമുക്കറിയില്ല. എന്തായാലും രാഷ്ട്രീയ സ്വയംസേവക സംഘടനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തീരുമാനം കർണാടക ഗവൺമെൻറ് എടുത്താൽ അത് നിയമപരമായി ചോദ്യം ചെയ്യലും എളുപ്പമല്ല. കാരണം ഒരു സംഘടന പ്രവർത്തിക്കുമ്പോൾ അതിനൊരു നിയമപരമായ സാങ്ക്ടിറ്റി വേണ്ടേ, ഒരു ബേസ് വേണ്ടേ എന്നുള്ള ആഭ്യന്തരമന്ത്രിയുടെ ചോദ്യവും പ്രസക്തമാണ്. ഇപ്പോൾ എളുപ്പമല്ല, പണി എളുപ്പമല്ല, വളരെ സാങ്കേതികമായി ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ്. എന്നാൽ എങ്ങനെയാണ് ഇത് വരിക എന്ന് നമുക്ക് അറിയില്ല. എന്തായാലും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനെ പൂട്ടാനായി കർണാടകത്തിൽ കൃത്യമായി ആഭ്യന്തരമന്ത്രി പുറപ്പെടുവിട്ടുണ്ട്. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഇതുപോലെ അത് മറ്റേ സനാതനധർമ്മമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് കുറേ വിവാദങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും, പക്ഷേ RSSനെ പൂട്ടുന്ന നിലയിൽ അല്ലെങ്കിൽ RSSനെ ഉപദ്രവിക്കുന്ന നിലയിൽ ഒന്നും സ്റ്റാലിൻ പോയില്ല. കുറേ പ്രസ്താവന യുദ്ധമൊക്കെ നടത്തിയതേ ഉള്ളൂ. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനം ആഭ്യന്തരമന്ത്രി സ്വീകരിക്കുകയാണ്. അതിന് കലാപത്തിലേക്ക് പോകുമോ, സംഘർഷത്തിലേക്ക് പോകുമോ, അത് നിയമ പോരാട്ടത്തിലേക്ക് പോകുമോ, ചെറിയ മുനിസിപ്പൽ കോടതി കൊടുത്താൽ പോലും മജിസ്ട്രേറ്റ് കോടതി, പിന്നെ ജില്ലാ കോടതി, താലൂക്ക് കോടതി എന്നൊക്കെ പറഞ്ഞ് കുറേ കോടതികൾ ഏർപ്പെടും. അത് കഴിഞ്ഞ് ഹൈക്കോടതി, പിന്നെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, സുപ്രീം കോടതി സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, ഇങ്ങനെ റിവ്യൂ പെറ്റീഷൻ എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രോസസ്സുണ്ട്. അപ്പോൾ ആ പ്രോസസ്സിലേക്ക്, നിയമപരമായ പ്രോസസ്സിലേക്ക് പോകുമോ അതോ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഇപ്പോൾ കർണാടകത്തിൽ പുതിയ അധികാരത്തിൽ വന്നിരിക്കുന്ന കോൺഗ്രസിൻ്റെ DK ശിവകുമാറിനോടൊപ്പം അധികാരത്തിൽ വന്നിരിക്കുന്ന ആഭ്യന്തരമന്ത്രിയാണ് ഇപ്പോൾ പുതിയ ഒരു തീരുമാനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അത് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ നരേന്ദ്രമോദിയൊക്കെ ഉണ്ട്. നരേന്ദ്രമോദിയൊക്കെ പഴയ സംഘപരിവാർ RSSകാരനാണ്, സംഘപ്രവർത്തകനാണ്. അപ്പോൾ അത് ഒരു ദേശീയ അടിയാണ് അടിച്ചിരിക്കുന്നത്, അല്ലാതെ ഒരു കർണാടക അടിയല്ല. കർണാടകത്തിലൂടെ ഒരു ദേശീയ അടിയാണ് അത് വരുന്നത്. അത് രാജ്യത്ത് എങ്ങനെയാണ് ഇനി RSS എടുക്കുക എന്നറിയില്ല. അവർക്ക് രജിസ്റ്റർ ചെയ്യാതെ പ്രവർത്തിക്കാൻ കഴിയുമോ എന്നറിയില്ല. വലിയൊരു നിയമ പോരാട്ടത്തിലേക്കായിരിക്കും അത് പോകുന്നത്. ഒരാൾക്കൂട്ടമായി അല്ലെങ്കിൽ ഒരു കൂട്ടമായി നിന്നുകൊണ്ട് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് ആഭ്യന്തരമന്ത്രി ചോദിക്കുന്നത്. ആ ചോദ്യം നിയമത്തിൻ്റെ മുന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. എന്തായാലും ഒരു വശത്ത് ഈ നിയമം വരാം, മറുവശത്ത് നിയമ പോരാട്ടവും നടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ കർണാടകത്തിൽ നിന്നാണ് അതിൻ്റെ തുടക്കം. ഒരുപക്ഷെ രാഷ്ട്രത്തിൽ 100ാം വർഷത്തിൽ RSSൻ്റെ രാഷ്ട്രീയ സ്വയം സംഘത്തിൻ്റെ 100ാം വർഷത്തിൽ പുതിയ ഒരു വിവാദത്തിലേക്ക്, പുതിയ തലത്തിലേക്ക് അവരുടെ സംഘടനയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറുകയാണ്. ഇത് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന് വർക്ക് ചെയ്യാന്നറിയില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നു, വനിതകളെ ട്രെയിൻ ചെയ്യുന്നു, പിന്നെ അതുപോലെ തന്നെ പുരുഷന്മാരെ ട്രെയിൻ ചെയ്യുന്നു, പരിശീലനം നടത്തുന്നു, റാലികൾ നടത്തുന്നു, ഒരുപാട് പരിപാടി. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണോ? അല്ല, BJP ആണ് പൊളിറ്റിക്കൽ പാർട്ടി. BJP, കർഷക മോർച്ച, യുവമോർച്ച എന്നൊക്കെ പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടി. അപ്പോൾ ഇത് പൊളിറ്റിക്കൽ പാർട്ടിയല്ല. എന്നാൽ സന്നദ്ധ സംഘടനയാണോ? സന്നദ്ധ സംഘടനയല്ല. എന്നാൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണോ? ചാരിറ്റബിൾ ട്രസ്റ്റും അല്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ ലീഗൽ എൻറ്റിറ്റി എന്നുള്ളതാണ് ആഭ്യന്തരമന്ത്രി ചോദിക്കുന്നത്. ആ ചോദ്യത്തിനൊരു പ്രസക്തിയുണ്ട്. ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സംവിധാനം 10-100 വർഷങ്ങളായി പ്രവർത്തിക്കുമ്പോൾ വാട്ട് ഈസ് എ ലീഗൽ എൻറ്റിറ്റി? അതിനൊരു ലീഗൽ എൻറ്റിറ്റി ഉണ്ടോ? അത് പൈസ കളക്ട് ചെയ്യുന്നുണ്ടോ? പൈസ കളക്ട് ചെയ്യുന്നതിനുള്ള അക്കൗണ്ടബിലിറ്റി ഉണ്ടോ? അക്കൗണ്ട് ഉണ്ടോ?
ഇങ്ങനെ കുറേ വലിയ ചോദ്യമാണത്, ചെറിയ ചോദ്യങ്ങളല്ല. അപ്പോൾ എന്തായാലും വളരെ വലിയ ചോദ്യങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കർണാടകത്തിൽ കൃത്യമായ ഈ പറഞ്ഞതുപോലുള്ള ഒരു പോരാട്ടം തന്നെയാണ് അവിടുത്തെ ആഭ്യന്തരമന്ത്രി തുറന്നു വിട്ടിരിക്കുന്നത്. അത് വല്ലാത്തൊരു ഭൂതമാണ്. എങ്ങനെയാണ് വരികയെന്ന് നമുക്ക് കാത്തിരുന്ന് നോക്കാം.